ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഉഷ രഘുനന്ദനൻ. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ മോഡൽ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പോണത് 5th ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ sin x plus cos x ഈസ് ഡാഷ്. ഇതിന്റെ മാക്സിമം വാല്യൂ എന്താണ്? അപ്പോൾ ഏതിലാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യും എക്സ് ബിലോങ്സ് ടു, നമുക്ക് ക്ലോസ് ഇന്റർവെൽ 2 to π കൺസിഡർ ചെയ്യാം. ഇതിൽ ഒരു റൊട്ടേഷൻ മൊത്തം നോക്കി നോക്കാം. അപ്പൊ ഇതിൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. ഓക്കെ, അപ്പോ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആവുമല്ലോ. അപ്പൊ ഇതിലൊരു പോയിന്റ് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? അതിന് ഈക്വൽ ടു 0 കൊടുക്കും. സോ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0 ആകുമ്പോൾ കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് കിട്ടും. രണ്ട് സൈഡിലും കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ഈസ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് കിട്ടും. ടാൻ എക്സ് 1 ആവണമെങ്കിൽ എക്സിന് ഏത് വാല്യൂ കൊടുക്കണം? π/4 അല്ലെ, 45 ഡിഗ്രി. സോ എക്സ് നമുക്ക് എന്ത് കിട്ടി? π/4 എന്ന് കിട്ടി. ഈ ഒരു പോയിന്റ് കിട്ടി. ഇനി നമ്മൾ കൺസിഡർ ചെയ്ത ഇന്റർവെൽ നോക്കൂ, 0 to 2π ആണ്. അപ്പൊ 0 to 2π ആവുമ്പോൾ ഈ ടാൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും ആണ് അല്ലെ. അപ്പൊ π/4 കിട്ടി. പിന്നെ വേറൊരു വാല്യൂ കൂടി നമുക്ക് π/4 കിട്ടും. ഏതാണ്? ഇവിടെ π ആണ്. π പ്ലസ് സംതിങ് തേർഡ് ക്വാഡ്രന്റ് അല്ലെ. π പ്ലസ് π/4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5π/4 കിട്ടും. 5π/4. അപ്പൊ ഈ രണ്ട് വാല്യൂലും എന്താണ് നമുക്കത് ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടുന്ന് മനസ്സിലായി. π പ്ലസ് π/4 എന്ന് പറഞ്ഞാൽ 5π/4. ഇപ്പൊ നമ്മുടെ ഇന്റർവെല്ലിൽ ഏതൊക്കെ പോയിന്റ്സ് ഉണ്ട്? 0 ഉണ്ട്, അതേപോലെ തന്നെ π/4 ഉണ്ട്, 5π/4 ഉണ്ട്, 2π ഉണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റ്സിലൊക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഈ ഫംഗ്ഷനിന് ഏതിലാണ് ഈ പോയിന്റ്സ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മാക്സിമം വാല്യൂ കിട്ടുന്നത്. അപ്പൊ ആദ്യം നമുക്ക് 0 കൊടുത്തു നോക്കാം. അപ്പൊ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ സൈൻ 0 പ്ലസ് കോസ് 0, സൈൻ 0 0 പ്ലസ് കോസ് 0 1, ആൻസർ 1. അപ്പോ 0ല് 1 ആണ് കിട്ടുന്നത്. അടുത്തത് π/4 കൊടുത്തു നോക്കാം. സൈൻ π/4 പ്ലസ് കോസ് π/4, സൈൻ π/4 1/√2, കോസ് π/4 1/√2, 2/√2. ഇതിന് റാഷണലൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെറും √2 എന്ന് കിട്ടും. അപ്പൊ π/4ന്റെ വാല്യൂ √2 കിട്ടി. ഇനി നെക്സ്റ്റ് 5π/4. 5π/4 സെയിം തന്നെ വരിക, പക്ഷെ അവിടെ സൈനും കോസും എന്താണ്? നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് 1/√2 മൈനസ് 1/√2, ആൻസർ നെഗറ്റീവ് √2. ഇവിടെ പോസിറ്റീവ് √2 ആയിരുന്നു, ഇവിടെ എന്താണ്? നെഗറ്റീവ് √2 കിട്ടി. ഇനി ലാസ്റ്റിൽ നമുക്ക് ഏത് പോയിന്റ് ഇട്ട് കൊടുക്കുക? 2π കൂടി നോക്കാം. 2π ആവുമ്പോൾ സൈൻ 2π പ്ലസ് കോസ് 2π, സൈൻ 2π ഈ 0, കോസ് 2π 1 ആണ്. ആൻസർ എന്ത് കിട്ടി? 1 കിട്ടി. ഇനി ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യണം ഏത് പോയിന്റ് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നത്. കിട്ടിയ പോയിന്റ് 1, പിന്നെ √2, നെഗറ്റീവ് √2, പിന്നെ 1. അപ്പൊ ഏതാണ്? നെഗറ്റീവ് എന്തായാലും വരില്ല, അത് പോയി അല്ലെ. അപ്പൊ പിന്നെ അതേപോലെ തന്നെ 1 1 √2 എന്ന് പറഞ്ഞാൽ 1 പോയിന്റ് സംതിങ് ആണ്. അപ്പോ ഈ 1 എന്തായാലും വലിയ, നമുക്ക് ഏതാണ് ഏറ്റവും മാക്സിമം വാല്യൂ കിട്ടിയത്? മാക്സിമം വാല്യൂ ഈസ് √2 അറ്റ് ഏത് പോയിന്റില്? x ഈക്വൽ ടു π/4. അപ്പൊ ഓപ്ഷൻ 1 ആണ് അതിന്റെ ആൻസർ വരിക. ക്ലിയർ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The volume of a cube is increasing at the rate of 24 centimeter cube per second. How fast is the surface area increasing when the length of an edge is 6 centimeter? അപ്പൊ തന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. വോളിയം ഓഫ് ക്യൂബ് ഈസ് ഇൻക്രീസിങ്. അപ്പൊ ഒരു ക്യൂബിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ v ഈക്വൽ ടു x ക്യൂബ് ആണ്. അറ്റ് ദ റേറ്റ് ഓഫ്, ഇനി ഇതിന്റെ റേറ്റിംഗ് ഓഫ് ഇൻക്രീസിങ് അവിടെ തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം dv/dt അത് 24 ആണെന്ന് അവിടെ given ആണ്. 24 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, ബിക്കോസ് വോളിയം ഓഫ് ക്യൂബ് ഈസ് ഇൻക്രീസിങ് അല്ലെ. അപ്പൊ അങ്ങനെ തന്നിട്ടുണ്ട്. പിന്നെ ഹൗ ഫാസ്റ്റ് ഈസ് സർഫേസ് ഏരിയ ഇൻക്രീസിങ്. അപ്പൊ സർഫേസ് ഏരിയയുടെ റേറ്റ് എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാം സർഫേസ് ഏരിയ ഒരു ക്യൂബിന്റെ എന്ന് പറഞ്ഞാൽ 6x² ആണ് അല്ലെ. 6 ഫേസ് ഉണ്ടാവും. അപ്പൊ 6ന്റെ ഏരിയ 6x² ആണ്. വെൻ ദ ലെങ്ത് ഓഫ് ദ എഡ്ജ് ഈസ് 6 സെന്റിമീറ്റർ. അതിന്റെ വക്കിന്റെ നീളം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, x ഈക്വൽ ടു 6. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ds/dt സർഫേസ് ഏരിയ ഇൻക്രീസിങ് ഏത് റേറ്റിലാണെന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. ഇതിന്റെയൊക്കെ ഹെൽപ്പ് വെച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും.
അപ്പൊ ഇനി ഇവിടെ നോക്കി നോക്കൂ, വോളിയം ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം വോളിയം എടുക്കാം. അപ്പൊ വോളിയം എന്ത് ഇതിന്റെ വോളിയം ഈക്വൽ ടു എക്സ് ക്യൂബ് തന്നിട്ടുണ്ട്. ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക 3x² dx ബൈ ഡി ടി ആണ്. ഓക്കെ, അപ്പോൾ ഡി വി ബൈ ഡി ടിയുടെ വാല്യൂ നമുക്കറിയാം. അതേപോലത്തെ 3 ഇൻറ്റു എക്സിന്റെ വാല്യൂ അറിയാം 6² dx ബൈ ഡി ടി. അപ്പൊ ഇവിടെ 24 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 36 ആണ് നമ്മളുടെ dx ബൈ ഡി ടി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 8 കിട്ടും. ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4 കൊണ്ട് സിംപ്ലിഫൈ ചെയ്താൽ 2/9 കിട്ടും അല്ലേ. അപ്പോൾ dx ബൈ ഡി ടി ഈക്വൽ ടു 8/36 സിംപ്ലിഫൈ ചെയ്താൽ 2/9 കിട്ടും. ഓക്കെ, അപ്പൊ അവിടെ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് എസ് ഈക്വൽ ടു 6x². dx ബൈ ഡി ടി അവിടെ കിട്ടി നിൽക്കട്ടെ, നമുക്ക് ഇനി ഫൈൻഡ് ചെയ്യാറ്. കാരണം നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവണം. ds ബൈ ഡി ടി ആണ് നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ എസ് ഈക്വൽ ടു 6x² ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ ds ബൈ ഡി ടി എന്ന് പറയുന്നത് 12x dx ബൈ ഡി ടി. ഓക്കെ, ഇനി ഇതിന്റെ വാല്യൂ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ ds ബൈ ഡി ടി ഇതാണല്ലോ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഈക്വൽ ടു 12 ഇൻറ്റു എക്സ് ഓൾറെഡി ഗീവൺ ആണ്. dx ബൈ ഡി ടി നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് വാല്യൂ? 2/9 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 3 ടൈംസ് 3 4 ടൈംസ് 3 2 ടൈംസ് അപ്പൊ 4 ഇൻറ്റു 4 16 കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടുക ആൻസർ? How fast is the surface area increasing when the length of an edge is 6 cm? അപ്പോ എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? 16 cm. സർഫേസ് ഏരിയ ആണ്. അപ്പൊ അവിടെ നമ്മൾ ക്യൂബ് സെന്റിമീറ്റർ ക്യൂബ് കൊടുക്കില്ല. സോ 16 cm² ആണ് എന്ത് ചെയ്യുന്നത്? ഇത് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റേറ്റ് എത്രയാണ്? സർഫേസ് ഏരിയ ഓഫ് റേറ്റ് സർഫേസ് ഏരിയ ഇൻക്രീസിങ് എത്രയാണ്? 16 cm² ആണ്. ഇനി അടുത്തൊരു ചോദ്യം ഉണ്ട്. The value of integral negative pi/2 to pi/2 sin 7x dx is dash. ഇതാണ് നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോ ഇവിടെ നോക്കി നോക്കൂ, ഇത് എളുപ്പമാണ്. നമുക്ക് ശരിക്കും വാല്യൂ കൂടെ നോക്കി നോക്കൂ. സൈൻ എക്സ് എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആണ്. അതേപോലെ തന്നെ ഈ റേസ് ടു 7ഉം എന്നതിന്റെ പവറും എന്താണ്? ഓഡാണ്. ഓക്കെ, അപ്പൊ ഇനി ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് അറിയാം. എഫ് ഓഫ് എക്സ് നോക്കി നോക്കുക. എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് സൈൻ റേസ് ടു 7x ആണ്. ഓക്കെ, ഇനി എഫ് ഓഫ് ഇവിടെ -x ആണെങ്കിലോ അപ്പോ സൈൻ റേസ് ടു 7 - x എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓഡ് ഫംഗ്ഷൻ ആവുമ്പോൾ എന്ത് വരും? ഇങ്ങനെ തന്നെയാണല്ലോ വരിക. ഓക്കെ, ഓഡ് ഫംഗ്ഷന്റെ ഇത് ഓഡ് തന്നെയാണ്. ഇപ്പൊ ഇത് രണ്ടും ഓഡാണ്. അപ്പൊ രണ്ടിന്റെ ഓഡ് ആവുമ്പോൾ ഇതിന്റെ പവർ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. -a to a f of x dx വരുമ്പോ അതിന്റെ ഇന്റിഗ്രേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഉള്ളത് എന്താണ്? നെഗറ്റീവ് π/2 ടു പൈ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ എന്താണ്? സെയിം ആണ്. അപ്പോ ഇതിൽ കൊടുക്കുമ്പോ അക്കോർഡിംഗ് ടു ദിസ് ഫോർം ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ സൈൻ റേസ് ടു 7x വിത്ത് റെസ്പെക്ട് ടു dx എന്തായിരിക്കും? അതിന്റെ പവർ ഓഡിന്റെ പവർ ഓഡ്. ഇവിടെ ഓഡ് പവർ ഓടാണ് അല്ലെ. ഇത് ഓടാണ്, ഇത് ഓടാണ്. അപ്പൊ ഇത് എന്തായാലും അതിന്റെ ഇന്റിഗ്രേഷൻ എന്തായിരിക്കും? 0 ആണ് കിട്ടുക. ഇനി അടുത്ത നെക്സ്റ്റ് അതിൽ തന്നെ വേറെ ചോദ്യം ഉണ്ട്. ഫൈൻഡ് ഇന്റഗ്രൽ ഓഫ് 4x - 10 ഡിവൈഡഡ് ബൈ x - 2 x - 3. അപ്പൊ ആദ്യം ഈ ഫാക്ടറൈസേഷന് നമുക്ക് ഒന്ന് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സെക്കൻഡ് ഡിഗ്രി ഫോർമുല എഴുതാം അല്ലെ. x² - 5x + 6 വിത്ത് റെസ്പെക്ട് ടു dx കിട്ടും. 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇനി ഇവിടെ നോക്കി നോക്കൂ. താഴെ തന്ന ഒരു ഫോമിന്റെ നമുക്ക് എന്തായാലും ഇതിപ്പോ ഇന്റിഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ താഴെ തന്നതിന്റെ ഡെറിവേറ്റീവ് അല്ല നമുക്ക് ന്യൂമറേറ്റർ ഉള്ളത്. ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്യാം. അപ്പൊ ഇവിടെ താഴെ തന്നിരിക്കുന്നത് ഡിനോമിനേറ്റർ എന്താണ്? x² - 5x + 6 ആണ്. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 4x - 10 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഡിനോമിനേറ്ററിനെ x² - 5x + 6 ആണല്ലോ നമ്മുടെ ഡിനോമിനേറ്റർ. അതിനെ നമുക്ക് ഒരു u ആക്കിയിട്ട് എടുക്കാം. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x - 5 എന്ന് കിട്ടും ഈക്വൽ ടു du അല്ലെ. ഇത് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി
2x മൈനസ് 5 ഇവിടെ കിട്ടാൻ വല്ല വഴിയുണ്ടോ നോക്കുക. അപ്പൊ നമുക്കറിയാം ന്യൂമറേറ്റർ 4x മൈനസ് 10 ആകുമ്പോൾ ഇതിൽ 2 എന്ന് പറഞ്ഞ ഒരു നമ്പർ കോമൺ ആണ്, കണ്ടു ന്യൂമറേറ്ററിൽ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2x മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 വിത്ത് റെസ്പെക്ട് ടു dx. ഓക്കെ, അപ്പോ ഇതിന് അപ്പൊ നമുക്ക് ഈ ഒരു 2x മൈനസ് 5 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അല്ലെ. അപ്പോ നമുക്ക് ഇത് എങ്ങനെ എഴുതാലോ? ഇന്റഗ്രൽ ഓഫ് du ഡിവൈഡഡ് ബൈ, ഇവിടെ റൂട്ട് ഉണ്ട്, അത് മറന്നുപോയി, ഇവിടെ റൂട്ട് ഉണ്ട്, ഇതൊക്കെ റൂട്ടാണ്. അപ്പൊ ഇവിടെയും എന്ത് വരും? റൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ du ഡിവൈഡഡ് ബൈ റൂട്ട് u ആണ് കിട്ടുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാം? u റേസ് ടു നെഗറ്റീവ് 1/2 വിത്ത് റെസ്പെക്ട് ടു du അല്ലേ. റൂട്ട് യു മുകളിലേക്ക് വരുമ്പോൾ എന്ത് വന്നു? നെഗറ്റീവ് u റേസ് ടു നെഗറ്റീവ് 1/2 വന്നു. ഇനി ഇതിനെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u റേസ് ടു നെഗറ്റീവ് 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 1/2 പ്ലസ് 1 പ്ലസ് c എന്ന് കിട്ടും. അപ്പോൾ 2 ഇൻറ്റു u റേസ് ടു 1/2 പ്ലസ് c, ഈ 2 മുകളിലേക്ക് പോകുമ്പോൾ 4, പിന്നെ u റേസ് ടു 1/2 നമുക്ക് എന്ത് എഴുതാം? റൂട്ട് യു എന്ന് എഴുതാം പ്ലസ് സി. ഇതാണ് അതിന്റെ ഇന്റഗ്രേഷൻ. ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നല്ല സിമ്പിൾ ആയിരുന്നു, നല്ലോണം ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാണ്ട് നമുക്കത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.